ഹലോ, എൻ്റെ പേര് ഹെനോക്ക്. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് മറ്റാരുമല്ല, രജു കെ രവി. ആളൊരു മെഡിക്കൽ റെപ്പാണ്. അതിലുപരി ഫോട്ടോഗ്രാഫിയെ നമ്മൾ പ്രണയിച്ച് നടക്കുന്ന ഒരാൾ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് റിജേട്ടനിൽ തന്നെ നമുക്ക് ചോദിച്ചറിയാം. റിജേട്ടാ, ഹായ്. ഞാൻ ബേസിക്കലി നെടുപുഴക്കാരനാണ്. ഞാൻ പഠിച്ചിരുന്നത് കേരളമെല്ലാണ്. അത് ആ സമയത്ത് വീട്ടിൽ ചെറിയ ക്രൈസിസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ നന്ദിഗിരിക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊക്കെ കല്യാണമൊക്കെ എൻ്റെ കഴിഞ്ഞു. ഞാനിപ്പോൾ വലക്കാവ് എന്ന് പറഞ്ഞ മൂർക്കനിക്കര വലക്കാവിൽ സെറ്റിൽഡാണ്. റിജേട്ടാ, എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഇതെങ്ങനെയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ? എങ്ങനെ നമ്മൾ ഇതിലേക്ക് കടന്നു വന്നത്? ഇത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് അത് എന്താന്ന് വെച്ചാലേ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കോളേജ് പഠിക്കുന്നത് പറഞ്ഞല്ലോ, കേരളത്തിൽ പഠിച്ചിരുന്നത്. അപ്പൊ എനിക്കൊരു യാഷികയുടെ ക്യാമറ, അന്ന് ഫിലിം ക്യാമറയാണ്. അതെ, ഫിലിം ക്യാമറയാണ്. അത് അളിയാൻ ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടപ്പോൾ ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്തു. അതങ്ങനെ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഒരു ക്യാമറയോട് എനിക്കൊരു പ്രണയം എങ്ങനെ വെച്ചാൽ, ഞാൻ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജോലി സെഞ്ചുറി ബാങ്ക് ഓഫ് പഞ്ചാബിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്കിങ്ങനെ നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ക്യാമറ വേണം തോന്നി. ആ സമയത്തൊക്കെ ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ ചൂടുവെപ്പാണ്. ആ സമയത്ത് ഞങ്ങൾ ബാങ്കിന്റെ തൊട്ടടിയിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സ്റ്റോളൊക്കെ വരും ബാങ്കിന്റെ മുമ്പിൽ. അപ്പം അങ്ങനെ കാനന്റെ പവർ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ ക്യാമറ ഉണ്ട്. അന്നൊരു 7,500 9,000 രൂപയുണ്ട്. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, എനിക്കൊരു ക്യാമറ വാങ്ങണം. അപ്പം ആള് പ്രശാന്ത് ഏട്ടൻ, ആളാണ് എനിക്ക് ഫസ്റ്റ് ക്യാമറ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്നത്. അതെ, അത് ആളാണ് വെച്ച് തരുന്നത്. കാരണം എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാന്ന് പറഞ്ഞിട്ട് തന്നെ രണ്ട് വട്ടമായിട്ട് പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് ക്യാമറ. അതുകൊണ്ട് ഞങ്ങൾ കുറെ ടൂർ, എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് ടൂറും ഫോട്ടോസൊക്കെ ഡിജിറ്റൽ ക്യാമറയാണ്. മെമ്മറി കാർഡ് നമുക്ക് അന്ന് വീട്ടിൽ ചെറിയ സിസ്റ്റം ഉണ്ട്, കോമ്പാക്ടിന്റെ ചെറിയ കമ്പ്യൂട്ടർ. അപ്പൊ നമുക്ക് ഈ സാധനം പണ്ട് ഫിലിമായ കാരണം നമുക്കിത് കൊണ്ട് കഴുകണത്. ഇതാകുമ്പോ നമുക്ക് വീട്ടിൽ വർഷം നമുക്ക് ഇട്ട് കാണാലോ. അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ശരിക്കും. അപ്പോ അതായിരുന്നു എന്റെ ആദ്യത്തെ ക്യാമറ. പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഹോബീനെ നമ്മളൊന്ന് പതുക്കെ ബാക്കിലേക്ക് മാറ്റി വെച്ചു. പിന്നെ പ്രാരാബ്ദം. പിന്നെ ഞാനത് ബാങ്കിങ്ങിൽ നിന്ന് മെഡിക്കൽ റെപ്പിലേക്ക് മാറാണ് 2009 2010 സമയത്ത്. അപ്പൊ പ്രാരാബ്ദം ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ വന്നപ്പോ പിന്നെ ഡിജിറ്റൽ യുഗം വന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം വന്നപ്പോ നമുക്കും ചെയ്യാലോ എന്നൊക്കെ. പക്ഷെ ഇത് ഈ സാധനം ഗിയർ വേണമല്ലോ. അങ്ങനെ ഞാനൊരു വേറെ ഒരു ദിവസം സെലക്സ് മാളില് പോവാണ്. ആ സമയത്ത് ജസ്റ്റ് അന്ന് കലയുടെ ഒരു സ്റ്റോൾ അവിടെ സെലക്സ് മാളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അവിടെ നിൽക്കണ അഖിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ചെന്ന് ചോദിച്ചപ്പോ 29-39 രൂപയാണ് അതിന് അന്ന് വില. ബേസിക് 1200. എനിക്കിഷ്ടമായി. കാരണം നമുക്ക് ആ സമയത്ത് അത് എടുക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നും അറിയില്ല. ബാക്കിയുള്ള ക്യാമറ ഒന്നും തൊടാൻ തന്നെ തൊടാൻ പറ്റില്ല. അതാ നമുക്ക് പേടിയാ. അങ്ങനെ ഞാൻ അത് ഉപേക്ഷിച്ച് മേടിക്കാം, ശമ്പളമൊക്കെ വരട്ടെ. ആ സമയത്ത് ഞാൻ റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് അന്ന് റിപ്പബ്ലിക് ഡേ ആണോ അതോ ദീപാവലിയുടെ ഏതൊക്കെയോ ആ സമയമാണ്. ഞാൻ വെറുതെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോ ഇത് കണ്ടു, ഒരു ഓഫർ. ഈ സെയിം ക്യാമറയ്ക്ക് 19-18 രൂപയുള്ളൂ, 18,500. ഞാനൊന്നും നോക്കില്ല. എൻ്റെ സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്ത് വേറെ അല്ല, അരുൺ. ആളെ ബബിളൂന്ന് വിളിക്കാട്ടാ, ബബിളു. അപ്പൊ അവനാണ് എനിക്ക് ഫസ്റ്റ് ക്യാമറ കാർഡ് വെച്ച് മേടിച്ചിരുന്നത്. കാർഡ് വെച്ച് EMI ആക്കിയിട്ട് നമുക്ക് പിന്നെ EMI കൊടുത്താൽ മതി. ഫസ്റ്റ് ക്യാമറ മേടിച്ചത് അത് നേരെ നമ്മുടെ വീട് വലക്കാവിലാണെങ്കിലും അഡ്രസ്സൊക്കെ അവിടെ എത്താനായിട്ടുള്ളത് വിബി വടൂക്കര, എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് ആ ക്യാമറ വരുന്നതും. അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റത്തെ ക്ലിക്ക് ഗുരുവായൂരപ്പന്, അവന്റെ വീട്ടിലത്തെ ഗുരുവായൂരപ്പനാണ് ആ ക്യാമറ വാങ്ങിച്ചിട്ട് അവന്റെ വീട്ടിലുള്ളത്. അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ അങ്ങനെ ഇങ്ങനെ യാത്രകൾ ഇങ്ങനെ ഒരു ക്യാമറയോട് ഭയങ്കര ഒരു നമ്മൾ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ? ഈ ബേസ് ക്യാമറ ഇത് ഏകദേശം കണ്ട 1500 ആണ്. ഇത് ഇതിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് 1200. അപ്പൊ ഞാനത് ഇതെനിക്ക് തുടങ്ങാനായിട്ട് നമ്മളിത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഞാൻ ആക്ച്വലി ഒരു മെഡിക്കൽ റെപ്പ് ആണല്ലോ, അന്ന് ആയിരിക്കുന്ന സമയത്താണ് ക്യാമറ എടുക്കുന്നത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ അശ്വിനി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായേ? അപ്പൊ നമ്മള് വെറുതെ കൂട്ടുകാരെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കണ്ടെന്നെ. അപ്പോ അന്ന് സന്തോഷ്, ഹായ് സന്തോഷ്, വേടെന്ന് പറയാട്ടാ, ആളെ വേടെന്ന് വിളിക്കുക. സന്തോഷിന്റെ മോനെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ സന്തോഷിന്റെ മോനെ ഞാൻ കാലത്ത് കാണാൻ ചെന്നപ്പോ അവൻ ഒരു സർപ്രൈസ് തരാം, നിനക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ അവൻ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് അവന്റെ ഒരു റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള റൂം നോക്കിയപ്പോ വേറെ അറിയില്ല കേട്ടാ, ഹായ് ജോസഫ് ലാസർ. ഈ ജോസഫ് ലാസറിനെയാണ് എനിക്ക് പരിചയപ്പെടുത്തിയത്. ഈ ജോസഫ് ലാസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സീനിയർ ആയിരുന്നു കേരളമേല്. പക്ഷെ അവിടെ പരിചയമുണ്ട്, ഞങ്ങൾ സീനിയർ ചെറിയ പരിചയം. പക്ഷെ ആളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോ എനിക്കിതിന്റെ ബേസ് പറഞ്ഞുതരാണ് ആ റൂമിൽ വെച്ചിട്ട്. ഇതിനെ കുറിച്ച്, ഫോട്ടോഗ്രാഫിനെ കുറിച്ച് നമ്മള് മാനുവല് എല്ലാം ഇടുന്നുണ്ട്, നമ്മൾ ഓട്ടോയിലാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് ക്യാമറ കിട്ടിയിട്ടും. അപ്പൊ അതല്ല ക്യാമറ അതെ മാനുവലിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പേച്ചർ, ISO, ഷട്ടർ സ്പീഡ്, ആകെ കൺഫ്യൂഷൻ, പൊക്കിയാണ് വരാ. ഡെപ്ത് ഓഫ് ഫീൽഡ് ഇങ്ങനെ കാണിച്ചു അതൊക്കെ വരച്ച് കാണിച്ചു. ഞാൻ പറഞ്ഞു, ജോസഫേ നീ മോളെ കൊണ്ടോക്കോ, ഞാനൊരു കാര്യം ചെയ്യാം വേറെ ദിവസം. അപ്പൊ ജോസഫ് പറഞ്ഞു, ഞാൻ സാഹിത്യ അക്കാദമിയിൽ വൈകിട്ടുണ്ടാവും, നീ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ചെല്ലും. ഇതിനെ കുറിച്ച് നമുക്ക് ഒരു സാധനം കിട്ടി പഠിക്കാണ്ട് ഞാൻ വിടില്ല, ക്യൂരിയോസിറ്റി അത് ഞാൻ വിടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചെന്നിട്ട് ജോസഫ് ലാസറാണ് എനിക്ക് ഫസ്റ്റ് ഇപ്പൊ എല്ലാം പറഞ്ഞു തന്നെ. ഇപ്പൊ നമ്മള് പല ഫോട്ടോഗ്രാഫേഴ്സും പറയും ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, അത് വെറുതെ പറയുന്നതാ. അത് സിനിമ ഡയലോഗാ. ബേസ് പഠിക്കാണ്ട്, ബേസ് ആരെങ്കിലും നിന്നും പഠിക്കാണ്ട് ഒരു ക്യാമറയും കൊണ്ടുവരാൻ പറ്റില്ല. വെറുതെ പറയാന്ന് നമ്മൾ യൂട്യൂബിൽ പഠിക്കണ്ടേ, ബേസ് പഠിക്കണം. ബേസ് പഠിക്കാണ്ട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവണം? എക്സ്പെരിമെന്റ് ചെയ്താലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വെറുതെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എക്സ്പെരിമെന്റ് അതാണ് ജോസഫ് എനിക്ക് പറഞ്ഞ. അങ്ങനെ ജോസഫ് പഠിച്ചു ഇങ്ങനെ. ചേട്ടന്റെ നമുക്ക് ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതെന്റെ ഫ്രണ്ടാണ്, ഗുരുവാണല്ല. നമുക്ക് ആരും ചെറിയ കുട്ടി പറഞ്ഞു തരുന്നില്ല, അവൻ ഗുരു തന്നെയാണ്. മനസ്സിലായി? ഞാനത് ഒരിക്കലും ഒരു ചെറിയ കുട്ടി പറഞ്ഞു തരുന്ന കാര്യം പോലും ഞാൻ ത്യജിക്കില്ല. കാരണം കുറെ ലേൺ അബൌട്ട് അവരെ ഒരുപാടുണ്ട്. ഞാൻ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഡോക്ടറിന്റെ ഉണ്ണീഷൻ സാർ ഞാൻ കാണുന്നതാണ് എവിടെ വെള്ളിക്കുളങ്ങര കോടാലി ഫോട്ടോമോസിന്റെ ഇത്. ശരിക്കും ആളാണ് എനിക്കൊരു ടേണർ. ഇതൊക്കെ ഞാൻ പഠിച്ചിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫിനെ അങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് പഠിപ്പിച്ചെന്നത് ശരിക്കും ആള്. കാരണം ആള് ചിത്രശലഭങ്ങളിലും ഇതൊക്കെ എടുക്കേണ്ടതാണ്. ഞാൻ ആളടുത്ത് ചെന്നു. ശരിക്കും പറഞ്ഞാൽ ആളൊരു ലെൻസ് 150 mm ലെൻസ് എനിക്ക് മേടിച്ച സിഗ്മ, ഇതിനൊരു ഷഡ്പഥങ്ങളെയും ഇതൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളെന്ന് ഞാനത് അന്ന് മേടിച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 150 mm കൊണ്ട് ഞാൻ പൂരൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വലുതറിയാം 150 mm ആനൊക്കെ എവിടുന്നൊക്കെ. അപ്പൊ നമുക്കറിയില്ല, അല്ല നമുക്കൊന്നും ആർക്കും നമ്മള് ഫോട്ടോ എടുത്ത് വലിയ ആൾക്കാരെ ഒന്നും അറിയില്ല കേട്ടോ ആർക്കും. നമ്മള് കുറെ നടന്നിട്ട് വന്നു. അപ്പൊ അത് അതിന് ഉപയോഗിക്കാനാണ് എന്നുള്ളത് കുറെ നമ്മൾ കൂട്ടിക്കെട്ടി കൂടി അറിയാൻ പറ്റും ഫോട്ടോഗ്രാഫി. അത് ഞാൻ പറഞ്ഞു, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അനന്തമായ ഒരു സാധനമാണ്. നമ്മളതിന്റെ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റേജ് പോലെയല്ല നമ്മൾ ഇങ്ങനെ ഉഴയാണ് കിടന്നിട്ട്. മനസ്സിലായ? ചിലവരുണ്ട് ഇതെല്ലാം അറിയണ പോലെ ഒന്നും ആർക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല ഫോട്ടോഗ്രാഫിയുടെ ആ ഡെഡ് എൻഡിലേക്ക് എത്താന്ന് ഒരിക്കലും പറ്റില്ല.